പാകിസ്ഥാൻ വീണ്ടും പിളരുകയാണോ? ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ പടർന്നിരിക്കുന്ന ഒരു നിർണായക ചോദ്യമാണിത്. അതിന് കാരണം പാകിസ്ഥാനുള്ളിൽ തന്നെ ഒരു പുതിയ രാജ്യപ്രഖ്യാപനം വന്നതാണ്. പാകിസ്ഥാനിൽ നിന്ന് തങ്ങൾ സ്വതന്ത്രരായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബലൂചിസ്ഥാൻ. ബലൂച്ച് മേഖലയുടെ 85% പ്രദേശങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന അവകാശവാദവുമായാണ് ഈ പുതിയ രാജ്യപ്രഖ്യാപനം വരുന്നത്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഈ പ്രഖ്യാപനമുള്ളത്. പാകിസ്ഥാനിൽ കാര്യങ്ങളത്ര നിസ്സാരമല്ല. പാകിസ്ഥാന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലയെ നശിപ്പിക്കുന്ന ഈ നീക്കം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ രാഷ്ട്രം നിലവിൽ വന്നതോടെ തനതായ ഭരണ സംവിധാനങ്ങളും പ്രാബല്യത്തിൽ വന്നു. മാ ചുക്കൈൻ ബല്ലൂജാനി എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനവും സ്വന്തമായി ദേശീയ പതാകയും ബലൂചിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബലൂചി ഫലൂസ് എന്നതാണ് പുതിയ രാജ്യത്തിന്റെ ഔദ്യോഗിക കറൻസി. ഇത് മാത്രമല്ല, മേഖലയിലെ പ്രകൃതിദത്തമായ ഖനന സമ്പത്തിന്റെ നിയന്ത്രണം പുതിയ ഭരണകൂടം ഏറ്റെടുത്തതായി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണം, ചെമ്പ് ഖനികൾക്ക് പുറമെ സജീവമായ 150ലധികം പ്രകൃതിവാതക പാടങ്ങളുടെയും 1200 കൽക്കരി ഖനികളുടെയും അധികാരം ഇനി റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ കൈകളിലായിരിക്കുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. അതേസമയം പുതിയ ബലൂചിസ്ഥാൻ രാഷ്ട്രപ്രഖ്യാപനത്തിന് പിന്നാലെ പാക് സൈന്യത്തിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നും മേഖലയിൽ കൂട്ടരാജി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങൾക്ക് ഇതുവരെ സ്വതന്ത്രമായ സ്ഥിരീകരണമോ പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണമോ ലഭ്യമായിട്ടില്ല. പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ബലൂജിലും തെക്ക് പാക് അധീന കാശ്മീരിലും ഒരേ സമയം വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. ഇതിനിടയിലാണ് ബലൂച്ച് വിഘടനവാദികൾ രാജ്യത്തിന്റെ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയതും. ഐക്യരാഷ്ട്രസഭയോ മറ്റ് ആഗോള ശക്തികളോ ഈ പുതിയ രാജ്യത്തിന് ഇതുവരെ ഔദ്യോഗിക അംഗീകാരം നൽകാത്തതിനാൽ ഇതിന് പ്രസക്തിയില്ല എന്നതാണ് ഇവിടെ വാസ്തവം. അതിനാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവരങ്ങളെ ഔദ്യോഗിക പ്രഖ്യാപനമായി കണക്കാക്കാൻ കഴിയില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഭൗമരാഷ്ട്രീയമായി വലിയ പ്രാധാന്യമുള്ള മേഖല തന്നെയാണിത്. പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ അതീവ സമ്പന്നമായ മേഖലയാണ് ബലൂചിസ്ഥാൻ. ചെമ്പ്, സ്വർണം, കൽക്കരി, പ്രകൃതിവാതകം തുടങ്ങി ധാതു സമ്പത്തുകളുടെ വലിയ ശേഖരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കൂടാതെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതികളിലെ പ്രധാന കേന്ദ്രമായ ഗ്വദാർ തുറമുഖവും ബലൂചിസ്ഥാനിലാണ്. പതിറ്റാണ്ടുകളായി വിഘടനവാദ പ്രസ്ഥാനങ്ങളും സായുധ സംഘർഷങ്ങളും തുടരുന്ന പാക് മേഖലയാണ് ബലൂചിസ്ഥാൻ. ഇതിന്റെ എല്ലാം തുടക്കം 1947-ലാണ്. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ 1948-ൽ പാക് സൈന്യം ബലൂചിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ കൈയടക്കി പാകിസ്ഥാന്റെ ഭാഗമാക്കുകയായിരുന്നു എന്നാണ് ബലൂജികളുടെ വാദം. അന്നു മുതൽ അവർ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നു. സ്വാതന്ത്ര്യത്തിനായി നിരവധി സായുധ ഗ്രൂപ്പുകൾ ഇവിടെ പോരാടുന്നുമുണ്ട്. അതിലേറ്റവും ശക്തമായ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇതുകൂടാതെയും നിരവധി ഗ്രൂപ്പുകളുണ്ട്. പാക് സൈന്യത്തിനും സർക്കാരിനുമെതിരെ സംസാരിക്കുന്ന ബലൂച്ച് യുവാക്കളെയും വിദ്യാർത്ഥികളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും സൈന്യം രഹസ്യമായി തട്ടിക്കൊണ്ടുപോകുന്നുവെന്ന ആരോപണവും ഇവിടെ മുൻപ് തൊട്ടേ ഉണ്ട്. ഇത് ബലൂച്ച് ജനതയ്ക്കിടയിൽ പാകിസ്ഥാനോടുള്ള കടുത്ത വെറുപ്പ് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. പാക് സൈനിക ക്യാമ്പുകൾക്ക് നേരെയും ചൈനീസ് കോൺസുലേറ്റുകൾക്ക് നേരെയും അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവർ ആക്രമണം നടത്തുന്നുമുണ്ട്. സ്വന്തം വിഭവങ്ങൾ കൊള്ളയടിക്കുന്ന പാക് ഭരണകൂടത്തോടുള്ള കടുത്ത അമർഷവും സ്വന്തം അവകാശങ്ങൾക്കായി ജീവൻ കൊടുക്കാൻ മടിക്കാത്ത ജനതയുമാണ് ബലൂചിസ്ഥാനെ പാകിസ്ഥാന്റെ ഭൂപടത്തിലെ ഏറ്റവും വലിയ കനലായി നിലനിർത്തുന്നത്. ബലൂചിസ്ഥാൻ പ്രശ്നം അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് വരാൻ പ്രധാന കാരണം തന്നെ ചൈനയുടെ സാന്നിധ്യമാണ്. ചൈനയും പാകിസ്ഥാനും ചേർന്ന് തങ്ങളുടെ മണ്ണ് കൈയടക്കുകയാണെന്ന് ബലൂജികൾ വിശ്വസിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, അടുത്ത ദിവസങ്ങളിലായി പാകിസ്ഥാൻ സുരക്ഷാ സേനയും ബലൂച്ച് വിഘടനവാദി സംഘടനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ശക്തമായിരുന്നു. ഈ ആക്രമണങ്ങളിൽ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും സായുധ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ അറിയിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനമെന്ന അവകാശവാദം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശക്തമായി പ്രചരിക്കുന്നത്. എന്തായാലും ഈ സാമ്പത്തിക, ഭൗമ, രാഷ്ട്രീയ പ്രാധാന്യം കാരണം ബലൂചിസ്ഥാൻ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലുകൾ. സാമ്പത്തികമായി തളരുന്ന പാകിസ്ഥാൻ ഇതെങ്ങനെ നേരിടുമെന്ന ചോദ്യവും ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്.